بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ ഒരു സ്വർഗം എന്ന് പറയുന്നത് സ്നേഹം പങ്കിടപ്പെടുന്നിടത്താണ്. അള്ളാഹുവിന്റെ സ്വർഗലോകത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരം ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തക്കിഊൻ എന്ന് ഖുർആൻ സൂചിപ്പിച്ചതുപോലെയാണ്. ഇണകളുടെ ഇണക്കവും സ്നേഹപ്രകടനങ്ങളും സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അലങ്കാരമായി പരിശുദ്ധ ഖുർആൻ പറയാണ്. മനുഷ്യവർഗത്തിന്റെ തുടക്കം തന്റെ ഇണയോടൊപ്പമുള്ള ജീവിതമാണ് എന്ന് പറഞ്ഞാൽ, രണ്ട് മനുഷ്യർക്കിടയിൽ ആദ്യം അള്ളാഹു സ്ഥാപിച്ച ബന്ധം ഇണകൾക്കിടയിലെ ബന്ധമാണ്, ഭാര്യ-ഭർത്തൃ ബന്ധം. ആ ബന്ധത്തിന്റെ തുടക്കം സ്വർഗലോകത്തിൽ. അപ്പൊ സ്വർഗീയമാകുന്ന വൈവാഹിക ജീവിതത്തിന്റെ തലങ്ങളെ പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, വൈവാഹിക ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനുഷ്യൻ കാറ്റിൽ പറത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. ഈ അടുത്തൊരു രസികൻ പറഞ്ഞ പോലെ, പലതും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടും ആമസോണും പോലെയുള്ള പലതും വന്ന പോലെ, ഒന്ന് ഉപയോഗിച്ചത് ഒന്ന് പെരുമാറിയത് രണ്ടാമത് ഉപയോഗിക്കാൻ OLX ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് രണ്ടാം വിവാഹത്തിന്റെ തലങ്ങൾ വളരെ വ്യാപകമാണ്. ഒരാളെ രണ്ടാമത് വിവാഹത്തിന് ആലോചിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. ഒരു രണ്ടാം കെട്ടുകാരി, രണ്ടാം കെട്ടുകാരൻ എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് ആശ്വാസത്തിന്റെ ഒരു വാതായനം തുറന്ന പോലെ. എത്ര കണ്ട് വിവാഹം നടക്കുന്നുവോ അത്ര കണ്ട് വിവാഹ മോചനങ്ങളും നടക്കുന്നുണ്ട്. ഓരോ മഹല്ല് തലങ്ങളിൽ, പ്രത്യേകിച്ച് ഖത്തീബിന്റെ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സങ്കടങ്ങൾ അനുഭവങ്ങളിൽ വരാറുണ്ട്. എല്ലാ മതത്തിലുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ വരുമ്പോൾ തന്റെ ജീവിതത്തിന്റെ ചില ശരികൾ കൊണ്ട് മാത്രം ന്യായീകരിക്കാതെ, പ്രമാണങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും നമ്മെ ഉപദേശിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിലേക്ക് തന്റെ ശരികളെ കണ്ടെത്താനും തന്റെ ന്യായങ്ങളെ മതപരമായ ദൃഷ്ടിയാൽ അത് ന്യായമാണോ എന്ന് പരിശോധിക്കാനും ആണും പെണ്ണും കുടുംബങ്ങളും തയ്യാറാവണം. ബഹുമാന്യനായ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന VR കൃഷ്ണയ്യർ സാറ് അദ്ദേഹത്തിന്റെ ഒരു കോടതി വിധിയിൽ, സുപ്രീം കോടതി വിധിയിൽ അദ്ദേഹം കുറിച്ചിട്ട വാക്കുകൾ മലയാള പത്രത്തിൽ വളരെ മനോഹരമായി തന്നെ അത് ഉദ്ധരിച്ചതായി കാണപ്പെട്ടു. റോസാപുഷ്പം ഇല്ലാതെ മുൾച്ചെടി മാത്രം കാണുമ്പോഴാണ് അത് വലിച്ചെറിയാൻ തോന്നുന്നത്. ഒരു മനുഷ്യൻ റോസാ പുഷ്പത്തെ കാണാതെ മുൾച്ചെടിയെ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വലിച്ചെറിയാൻ തോന്നുന്നത്. സത്യത്തിൽ മുൾച്ചെടി ഉള്ളിടത്ത് റോസാപ്പൂവിന്റെ മനോഹാരിതയും കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആ മുൾച്ചെടിയെ വലിച്ചെറിയാൻ കഴിയില്ല. വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് പരിശോധിച്ചാൽ അതിൽ ചിരിക്കാനും സന്തോഷിക്കാനും കുളിർമയുണ്ടാവാനും ആനന്ദിക്കാനും ആശ്വാസമേകാനും ആശ്വാസം പകരാനും സ്വീകരിക്കാനും ഒക്കെ അതിലുണ്ട്. ഒരു ഭാഗം മാത്രം നോക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ന്യായങ്ങൾ കൊണ്ടും നമ്മുടെ കാര്യങ്ങൾ കൊണ്ടും മാത്രം സ്വാർത്ഥംപരികളായി പോവാ ഇപ്പോഴും വൈവാഹിക ജീവിതത്തിൽ പലയിടങ്ങളിൽ പലരും. ഇത്തരത്തിലുള്ളതായ ഒരവസ്ഥയെ ആത്മീയമായി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വൈവാഹിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന്റെ ശൈഥല്യം എവിടെ നിന്ന് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർത്തും അതിലൊരു പൈശാചിക ഇടപെടലുണ്ടെന്ന് പറയാതെ വയ്യ. ഒരു പൈശാചികമായ കാരണം അതിന്റെ ഇടയിൽ ഉണ്ട്. മനുഷ്യരുടെ സത്യസന്ധതയെ പരസ്പരം വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ സുഗമമായ സുഹൃതം, സുഗമമായ ഒഴുക്ക്, അതിന്റെ ഒരു പുണ്യം, അതിന്റെ ഒരു നന്മ ഇല്ലാത്ത പോലെ
അങ്ങും ഇങ്ങും ആരെയും ആർക്കും വിശ്വാസമില്ലാത്ത പോലെ ഒരു പൈശാചികമായ പണി അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ അത് ശരിയുമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ നമ്മുടെ ക്ലാസ്സുകളിൽ ഈ ഹദീസ് പറഞ്ഞതും കൂടിയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ സുമ യബ്അസു സറായ ഫഅദ്നാഹും മിൻഹു മൻസിലതൻ അഅലമുഹും ഫിത്ന. കടലിൽ ജലോപരിതലത്തിൽ ഇബ്ലീസിന്റെ സിംഹാസനം സ്ഥാപിച്ച് തന്റെ സൈന്യത്തെ വിന്യസിപ്പിച്ചിരിക്കുക ഇബ്ലീസ്. ഓരോ സൈന്യാധിപനും ഓരോ സൈനികനും ഇബ്ലീസ് പ്രത്യേകമായ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയനായ പിശാച്, ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കിയവനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്ലീസ് ഓരോ പ്രഭാതത്തിലും പറഞ്ഞയച്ച പൈശാചിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന പിശാചുക്കൾ ഇബ്ലീസിന്റെ അടുക്കിലേക്ക് സായാഹ്നത്തിൽ മടങ്ങിച്ചെല്ലാണ്. ആ സന്ദർഭത്തിൽ അയാൾ ചോദിക്കും, എന്തൊക്കെ ചെയ്തു എന്ന്. തന്റെ അടുക്കൽ നിന്നും രാവിലെ പോയി ഓരോ ഫിത്ന ഉണ്ടാക്കിയിട്ട് തിരിച്ച് വൈകുന്നേരം വരുന്ന ഓരോ പിശാചും ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഇബ്ലീസ് അത് അംഗീകരിക്കില്ലത്രേ. എന്നിട്ട് പറയും, ഇബ്ലീസ് അതിനെ പുച്ഛിച്ചുകൊണ്ട് പറയും, മാ സ്വനഅത ശൈഅ, നീ ഒരു കുന്തോം ചെയ്തില്ലടാ എന്ന് പറഞ്ഞ് ഓരോ പിശാചിനെയും ഇബ്ലീസ് നിരാകരിക്കും. അപ്പോഴുണ്ടോ ഒരു പിശാച് ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നുണ്ട് അകലേന്ന്, ഇത്തിരി നേരം വൈകിയാ വരുന്നത്. അവനോട് ചോദിക്കും, എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുമ്പോ അയാള് പറയും, ഞാൻ വേറൊന്നും കൂടുതൽ ചെയ്യാൻ പറ്റിയില്ലെന്ന്, രാവിലെ പോയി ഇത്ര നേരം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഫറഖ്തു ബൈനഹു വ ബൈന ഇംറഅതിഹി, ഒരു ഭാര്യനെയും ഭർത്താവിനെയും തല്ലുകൂടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, രണ്ടുപേരെ രണ്ട് വഴിക്കാക്കിയിട്ടുണ്ട് ഞാൻ, ഇങ്ങനെയാ ഞാൻ വന്നത്, വേറൊന്നും കൂടുതൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ആ പിശാച് പറയുമ്പോ ഫയുദ്നീഹി മിൻഹു, ഇബ്ലീസ് ആ പിശാചിനെ അണച്ചു പിടിക്കുമെന്ന് പുണ്യ നബി. സ്വഹീഹ് മുസ്ലിം, ഇമാം അഹ്മദിന്റെ മുസ്നദൊക്കെ ഈ ഹദീസ് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, നിഅമ അൻത, ഇവിടുന്ന് രാവിലെ പോയ ലക്ഷോപലക്ഷം വരുന്ന പിശാചുകളിൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും യോഗ്യൻ നീയാണെന്ന് ഇബ്ലീസ് പറയും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഒരു പൈശാചികത ഉണ്ട് എന്നത് ഇപ്പൊ ബോധ്യായി. ആ പൈശാചികതയ്ക്ക് വശംവദരായി വരുന്നിടത്താണ് ആണായാലും പെണ്ണായാലും ഈ പ്രശ്നങ്ങളിൽ നായകനും നായികയൊക്കെ ആയി പോകുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ രണ്ടുപേരും പരസ്പരം, എന്റെ ഭർത്താവിന് ഇന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിൽ ഒരു വൈകല്യവും ഒരു സ്വഭാവദോഷമൊക്കെ ഉള്ള ആളാണ്, ഒരു മുൻകോപിയാണ്, ഞാൻ അതിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മർത്തബയിലെത്തിച്ച് അയാൾ ഒരു പ്രശ്നക്കാരനാക്കി ചിത്രീകരിക്കാൻ ഞാനായിട്ട് ശ്രമിക്കേണ്ടതില്ല എന്ന് ഭാര്യ അങ്ങോട്ട് തീരുമാനിക്കാം. എന്റെ പെണ്ണ്, എന്റെ പ്രിയപ്പെട്ടവള് എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ അവളിൽ ചില പോരായ്മകളൊക്കെ ഉണ്ട്, ചില മണ്ടത്തരങ്ങളൊക്കെ അവള് കാണിക്കും. അവളെ അള്ളാഹു ഒരു വളഞ്ഞ എല്ലിൽ നിന്നല്ലേ പടച്ചത്. ഞാൻ ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിൽ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് സഹിക്കാൻ ശ്രമിച്ചു എന്ന് ഭർത്താവ് അങ്ങ് തീരുമാനിച്ചാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു പെണ്ണിനെ കണ്ടെത്തല് വളരെ പ്രയാസമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവും, ഞാൻ അങ്ങനെയല്ലേ എന്ന് പെണ്ണുങ്ങൾ വിചാരിക്കാം. കാരണം അങ്ങനെ സ്വയം നമ്മുടെ തെറ്റുകളെ ഉൾക്കൊള്ളാൻ, അവള് അബദ്ധം ചെയ്തു പോയി അങ്ങ് പോട്ടെ എന്ന് ഭർത്താവ് വിചാരിക്കും. എല്ലാ ഗുണങ്ങളും പരിപൂർണമായ പെണ്ണ് ഇല്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ഇമാം തൊബ്രാനിയുടെ അൽ മുഅ്ജബുൽ കബീറിൽ ഈ ഹദീസ് കാണാം. ഹബീബ് പറയുന്നുണ്ട്, മഥലുൽ മർഅത്തി സ്വാലിഹത്തി ഫിൻ നിസാഇ, എല്ലാം തികഞ്ഞ ഒരു പെണ്ണ് വർഗത്തിൽ കമഥലിൽ ഗുറാബിൽ അഅസം, ഗുറാബുൽ അഅസം പോലെയാണ്. ഗുറാബ് എന്ന് പറഞ്ഞാൽ കാക്ക. അൽ ഗുറാബുൽ അഅസം, ആദ്യമായിട്ടാണ് റസൂലുള്ളാഹി പേര് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഗുറാബുൽ അഅസം പോലെയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ്, സ്വഹാബിയുടെ ചോദ്യം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മമൽ ഗുറാബുൽ അഅസം, ഗുറാബ് കാക്ക അങ്ങ് മിക്കവാറും പറയാറുണ്ട്, പക്ഷേ അൽ ഗുറാബുൽ അഅസം, അഅസം എന്ന പേര് ചേർത്തിട്ട് അഅസമായ കാക്ക എന്ന് പറഞ്ഞു. എന്താണ് ഈ കാക്ക എന്ന് പറയുന്ന പക്ഷിയിൽ അഅസം? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദി യഹദാ റിജ്ലൈഹി ബൈളാ,
രണ്ട് കാലും കാക്കയുടേത് കറുത്തതാണ്. എന്നാൽ കാക്ക എന്ന് പറയുന്ന പക്ഷിയുടെ ഒരു കാല് കറുപ്പും മറ്റേ കാല് വെളുപ്പും അങ്ങനൊരു കാക്കയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല നബിയെ, എന്ന മാതിരിയാണ് എല്ലാം ഇണങ്ങി പൂർണ്ണമായ ഒരു പെണ്ണുവർഗത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തൽ അത്രയും പ്രയാസ. കാക്കയുടെ ഇരുകാലുകളും കറുത്തതിൽ ഒന്ന് വെളുത്തതായതുപോലെ ആ വിചിത്രത പോലെയാ എല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ കണ്ടെത്താൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ കെട്ടലാണ്, ഒരു കെട്ടാണ്, അഖ്ദാണ്. അഖ്ദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കെട്ടിടുക എന്നാണ്. ഈ കെട്ട് അഴിക്കാനുള്ള ആള്, കെട്ട് അഴിച്ചുവിടേണ്ട ആള് അത് ഭർത്താവ്. ഈ കെട്ടഴിക്കേണ്ടോട് തിരുത്തിയിരിക്കുന്നവനെ. പക്ഷെ ഇത് കെട്ടി തന്നെ പോയാൽ ആ കെട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയാ, പെണ്ണ് കെട്ടാ, പെണ്ണിനെ കെട്ടാ, പെണ്ണിനെ കെട്ടിക്ക, അങ്ങനെ പറയാ, കെട്ടല്. അഖദ് എന്ന് പറഞ്ഞാൽ ഇടപാട്. ശരിക്കും അതിനർത്ഥം ഉഖദത്ത് അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടിടുക എന്നാണ്. ഈ കെട്ട് അഴിച്ചുവിടേണ്ട ആള്, കെട്ടേണ്ട ആളും ഭർത്താവാണ്. ഖുർആൻ പറഞ്ഞത് നിക്കാഹിന്റെ കെട്ട് അവന്റെ കയ്യിലാ, അവൻ ഭർത്താവ് അവന്റെ കയ്യിലാണെന്ന് പറഞ്ഞത്. ഇതെന്തിനാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? എപ്പോഴും കെട്ടഴിച്ച് വിടണമെന്നല്ല, എപ്പോഴും കെട്ടഴിച്ച് വിടണമെന്നല്ല. അത് നിന്റെ കയ്യിലായതുകൊണ്ട് നീ അത് കൂടുതൽ കെട്ടി ഉറപ്പിച്ച് നിർത്തുന്നവനായിരിക്കൂലോ. കാരണം നീ വിവേകമുള്ളവനാണ്, നീ ക്ഷമയെ കൈക്കൊള്ളേണ്ടവനാണ്. ഖുർആൻ പറഞ്ഞത് ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുന്ന ഈ വാക്ക് പരിപൂർണത ഇല്ലാത്ത സൃഷ്ടിപ്പിൽ തന്നെ നിന്റെ അംശമായി അവളെ പടച്ചിട്ടുള്ളൂ. നിന്നെ പടയ്ക്കാനെടുത്ത അതിന്റെ ആ ഒരു പൂർണ്ണ സ്ട്രക്ചർ അവളുടെ സൃഷ്ടിപ്പിലില്ല. അവളൊരു വാരിയലിന്റെ വളഞ്ഞ ഭാഗം എങ്ങനെയോ ആ ഒരു വളവോടെ നിന്നിൽ പ്രവർത്തിച്ചിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ വളവ് ഉള്ള സ്ഥിതിക്ക് അതിൻ്റെതായ രീതിയിലുള്ള പ്രകടനങ്ങളിൽ നിന്നിൽ കാണപ്പെടും. നീ കാണുമ്പോ, അവളിൽ കാണപ്പെടുമ്പോ അവിടെ ഈ കെട്ടഴിക്കല വേണ്ടത്. കെട്ട് നീ മുറുക്കി പിടിച്ചോളോ, നിന്റെ കയ്യിലാണ് കെട്ട്, കെട്ടഴിയാതെ നോക്കിക്കോളൂ എന്നാണ് അതിനർത്ഥം. അല്ലാതെ നീ തലാഖ് എഴുതി പറഞ്ഞയച്ചോന്നല്ല. അപ്പൊ ഈ രീതിയിൽ വൈവാഹിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം ക്ഷമ വേണം. ദാമ്പത്യ ജീവിതമാണ്. ആ വാക്ക് തന്നെ മലയാളത്തിലേക്ക് വന്നത് സംസ്കൃതത്തിൽ നിന്നും നിഷ്പന്നമായതാണ്. ദാമ്പത്യം, ദാനം ചെയ്യുക, പത്യം പരസ്പരം സഹിക്കുക, ക്ഷമിക്കുക, സഹകരിക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ദാമ്പത്യം. വൈവാഹികം, വിവാഹം വഹിക്കാൻ പ്രയാസമുള്ളത് അങ്ങനെയാ. അതുകൊണ്ടാണ് ഇത് വഹിച്ചുകൊണ്ട് പോകുന്ന ആ ആള് ഏത് വഹിക്ക, വിവാഹ ജീവിതം എന്ന ആ യാഥാർത്ഥ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ആള് ദീനിന്റെ 2/3 പൂർത്തീകരിച്ചവനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനിന്റെ 2/3 പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ചിന്തയിൽ ഇനി അവന് അള്ളാഹുവിലേക്ക് എടുക്കാൻ ബാക്കി ഒന്ന് സൂക്ഷിച്ചാൽ മതി. ബാക്കിയുള്ള 1/3 അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. സ്വർഗം പ്രാപിക്കാൻ അത് തന്നെ ധാരാളം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈവാഹിക ജീവിതത്തിന്റെ ആദ്യപടിയിൽ നിൽക്കുന്നവർക്ക് യോദ്ധാവിന്റെ പരിഗണന. അടർക്കളത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ നിൽക്കുന്ന യോദ്ധാവിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന പരിഗണന ചോദിച്ച വേഗം ഉത്തരം കിട്ടുന്ന. വൈവാഹിക ജീവിതത്തിന്റെ ആദ്യപടിയിൽ നിൽക്കുന്ന നവമിഥുനങ്ങൾക്ക്, പുതിയാപ്പിളക്കും പുതിയൊണ്ണിനും ദുആക്ക് ഉത്തരമുണ്ടെന്ന് പുണ്യ നബി 4 വിഭാഗത്തിന്റെ ദുആ വേഗം ഉത്തരം കിട്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഒരു വിഭാഗം അന്നാകിഹുല്ലദി യുരീദുൽ അഫാഫ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖിയുടെ ശുഅബിലെ ഹദീസ് കാണാം. അപ്പൊ അത്രത്തോളം അള്ളാഹു പരിഗണിച്ചിരിക്കുക ഈ സമ്പർക്കത്തെ, ഈ ഇണക്കിച്ചേർക്കലിനെ, ഈ വിളക്കിച്ചേർക്കലിനെ, ഈ സമന്വയത്തെ, ഈ സംയോജനത്തെ, ഈ രണ്ടുപേരുടെയും അങ്ങുമിങ്ങുമുള്ള പരസ്പര സ്നേഹത്തെ. അള്ളാനെ കാണാൻ ആ പ്രണയത്തിന്റെ ഇടയിൽ ഉണ്ടെന്ന ഖുർആൻ പറഞ്ഞു. അള്ളാനെ കാണാൻ അവിടെ ഉണ്ടെന്ന്. അള്ളാഹു ഇവിടെ ഉണ്ട്. അള്ളാഹു ഭാര്യ ഭർത്തൃ സ്നേഹബന്ധത്തിന്റെ ഇടയിലുണ്ട്. ഒരു കാന്തിക ബന്ധ രണ്ടുപേർക്കും. 5 മണിക്ക് കൃത്യമായി എത്തുന്ന ഭർത്താവാണ് എങ്കിൽ 5:10 ഭാര്യയുടെ ഉള്ളിലോ പെട്ടെന്ന് തന്നെ ഒരു മാനസികമായ പ്രശ്നം വരാണ്. കണ്ടില്ലല്ലോ, ഒന്ന് വൈകിയാൽ. അല്ലെങ്കിലോ ചില ആണുങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണേണ്ടത്, അല്ലെങ്കിലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കല്, ജീവിതത്തിന്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും കൈകോർത്തവർ. പഴയ കാലത്തൊക്കെ ജീവിതത്തിന്റെ ഇന്ന് കാണുന്ന സൗകര്യങ്ങളും സൗകുമാര്യതകളും ഇല്ല, പക്ഷേ വല്ലാത്തൊരു സൗന്ദര്യം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലായ്മകളിലും പട്ടിണി കിടന്ന വയറിലേക്ക് മുണ്ടു മുറുക്കി കൊടുത്ത ആ പ്രിയപ്പെട്ട പിതാവിന് ഉച്ചയൂണിന് തിളച്ചുപൊങ്ങിയ കഞ്ഞി ചൂടാറും മുമ്പ് തന്നെ ആ തൂക്കുപാത്രത്തിൽ പാടത്തിന്റെ വരമ്പത്തേക്ക് കൊണ്ടുപോകുന്ന ഉമ്മ,
തീക്ഷ്ണമായ തീവ്രമായ ജീവിതത്തിന്റെ ത്യാഗങ്ങളിൽ പോലും പ്രിയപ്പെട്ടവന്റെ സൗകര്യങ്ങളോടും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളോടും ചേർന്ന് നിന്ന ഉമ്മയുടെ ഒരു ജീവിതത്തിന്റെ ഇഷ്ടം. അവർ ഒരു പരാതിയും പറയാൻ അങ്ങും ഇങ്ങും പരസ്പരം മെനക്കെട്ടില്ല. വളരെ റാഹത്തായി ജീവിച്ചു. ഏകദേശമൊക്കെ അടുത്തടുത്ത കാലങ്ങളിൽ അവർ വേർപിരിയുകയും ചെയ്തു. മരണം അങ്ങനെ അവരെ ഒരുമിപ്പിക്കുക ചെയ്തത്. അങ്ങനെയുള്ള ഒരു മയ്യത്ത് അങ്ങും ഇങ്ങും ഈ ഇണ തന്നെ അവിടെ ഖൈറായി വരട്ടെ എന്ന പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരായി മാറാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമാക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ വളരെയധികം ഈ വിഷയത്തിൽ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ സബറ അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി അഅതാഹു അല്ലാഹു മിനൽ അജ്രി മിത്ല മാ ഉഅതിയ അയ്യൂബ അലാ ബലാഇ. അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ റബ്ബ് എല്ലാരെയും പലതും കൊടുത്ത് പരീക്ഷിച്ചു കൊടുത്ത അയ്യൂബ് നബിക്ക് 18 വർഷം സുദീർഘമായി നിന്ന ഒരു വലിയ രോഗം, ആരാലും അകറ്റി നിർത്തപ്പെടുന്ന ഒരു രോഗം, അത് കൊടുത്ത് അള്ളാഹു പരീക്ഷിച്ചപ്പോ മഹാനവറുകൾ ഒരുപാട് നഷ്ടങ്ങൾക്ക് വിധേയനായവനാ. കുടുംബം, അഭിമാനം, അതുപോലെ സമൂഹത്തിലുള്ള ഇടപഴക്കം, ജീവിതത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ രോഗത്തിന്റെ പേരിൽ. ഒറ്റപ്പെട്ട് വിജനമായ ഒരു ഭാഗത്ത് ഏകാന്തതയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ആ ഒറ്റപ്പെടലില് മഹാനവറുകൾക്കുണ്ടായ ശാരീരിക, മാനസിക, സാമ്പത്തിക, കുടുംബപരമായ എല്ലാ നഷ്ടങ്ങളും ആ മഹാൻ 18 വർഷം കഴിച്ചു കൂട്ടിയതിന് ഖുർആൻ കൃത്യമായി തന്നെ എത്ര ഇടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ആ മഹാൻ അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തിന് തുല്യം ഭാര്യയുടെ ദുസ്വഭാവങ്ങളിൽ ക്ഷമിക്കുന്ന ഭർത്താവിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഉണ്ട്, സഹിക്കാനും ക്ഷമിക്കാനും എന്ന് പറഞ്ഞ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം എന്നല്ല അതിനർത്ഥം. അത്തരത്തിലുള്ള ആളുകളെ നന്നാക്കാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഈ സഹിക്കുന്നതിനൊരു കൂലി എനിക്കുണ്ടല്ലോ എന്നൊരു തോന്നലും വേണം. അങ്ങനെയുള്ള ഒരു ഭാര്യ, അതായത് ഭർത്താവിൽ നിന്നുള്ളതായ അദ്ദേഹത്തിന്റെ മുൻകോപം, ദുശാഠ്യം, ദുശീലം, ഇതിലൊക്കെ ക്ഷമിച്ചു കഴിയുന്ന ഭാര്യ. വമൻ സബറ തആല സുഇ ഖുലുഖി സൗജിഹാ അഅതാഹ അല്ലാഹു മിസ്ല സവാബി ആസിയത ഇംറഅത ഫിർഔൻ. ഫറോവയിൽ നിന്നും ആസിയ ബീവി സഹിച്ചതും ക്ഷമിച്ചതും ഏതോ അതിന് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലത്തിന്റെ പ്രവാഹമുണ്ട്. അത് അള്ളാഹു വെച്ചിരിക്കുന്നത് ഭൂമിയിൽ മോശം സ്വഭാവക്കാരനായ ഭർത്താവിനെ ക്ഷമിച്ച സഹിച്ച ഭാര്യക്ക് ഉണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ഇഹ്യായിൽ മഹാനായ ഇമാം ഗസാലി ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ അത്രത്തോളം ഇരുവരെയും വല്ലാത്ത ഒരു മോട്ടിവേഷനിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പിന്നെ എവിടെയാ ഈ പിരിച്ചിൽ വന്നിട്ടുള്ളത്? പിരിയലില്ലല്ലോ. വിവാഹ ജീവിതത്തിൽ പിരിയണം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാ മതങ്ങളിലും മുസ്ലിം സ്ത്രീകളിൽ വിവാഹമോചനത്തിന്റെ വിഷയം വരുമ്പോൾ മുതലക്കണ്ണീര് ഒഴുക്കുന്ന ഒരുപാട് നവന്യായങ്ങളെ കാണാറുണ്ട് നമ്മൾ. എല്ലാ സമുദായത്തിലും ശാശ്വതമായ വിവാഹമോചനം നടക്കുന്നിടത്ത് ഇസ്ലാം കൃത്യമായി അതിന് ആമുഖങ്ങൾ ഒരുക്കി സംവിധാനിച്ചിട്ടുണ്ട്. ശാശ്വതമായ ഒരു വിവാഹമോചനം എന്നത് മുത്തലാഖ്, എല്ലാ സമുദായത്തിലും ശാശ്വതമായ വിവാഹമോചനമാണ്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ 2016 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ ആ വാർത്തയിൽ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, അതിൽ കൊടുത്തിരിക്കുന്നത് മറ്റുള്ള സമുദായങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹമോചനത്തിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. The rate of divorce among Muslims was low as compared to the other communities. മറ്റുള്ള സമുദായങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹമോചനത്തിന്റെ ശതമാനം വെച്ചിട്ട് നമ്മുടെ സമുദായത്തിലെ വിവാഹമോചനങ്ങളെ താരതമ്യം ചെയ്താൽ അതിന്റെയൊക്കെ ഒരുപാട് താഴെ നിൽക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണത്. ഇത് ബുഖാരി മുസ്ലിം അല്ല പറഞ്ഞത്. 2016 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വരികളാണിത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിൽ അടിച്ചെറുക്കുന്ന പത്രമൊന്നുമല്ല. അതൊരു നിഷ്പക്ഷമായ ഒരു കാര്യം പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിൽ വൈവാഹിക ജീവിതത്തിന്റെ തലങ്ങളെ കൃത്യമായി പരിശോധിച്ച് പഠിച്ചാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിവാഹ ജീവിതത്തിൽ പറഞ്ഞു തന്ന് പാലിക്കേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാ പോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാലോ ഒരു ആയത്ത്, സൂറത്തുൻ നിസാഇന്റെ 19-ാമത്തെ ആയത്ത്, വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യമാരോട് ഭർത്താക്കന്മാർ മാന്യമായി പെരുമാറണം. മാന്യം എന്തൊരു വർത്തനാണിത്!
മാന്യമായി പെരുമാറണം. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്. എവിടെ നമ്മൾ മാന്യനാവാ? നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഇടത്തിലാണ് നമ്മൾ മാന്യനാവാ. നമ്മൾ ബഹുമാനിക്കപ്പെടുന്നു, മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കുന്നു എന്ന ഒരു ഇടത്തിൽ നമ്മൾ മാന്യനാവും. ഇപ്പൊ ഒരു ഉസ്താദിനെ എല്ലാവരും ബഹുമാനിക്കുകയാണ്. ആ ബഹുമാനിക്കപ്പെടുന്നോടത്ത് ഉസ്താദിന്റെ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കും, ആ മാന്യത നിലനിർത്തും. ഇനി നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നു എങ്കിൽ അയാളുടെ മുന്നിൽ നമ്മൾ മാന്യനാവും. അങ്ങനെ ഒരു മാന്യത ഉണ്ടെങ്കിൽ മാന്യത ഭർത്താവ് ഭാര്യയോട് കാണിക്കണം. അപ്പൊ ഭാര്യ ബഹുമാനിക്കുന്ന പോലെ ഭർത്താവും ഭർത്താവിനെ ബഹുമാനിക്കുന്ന പോലെ ഭാര്യ. ബഹുമാനം രണ്ടുപേരുടെ ഇടയിൽ ഉള്ളിലുണ്ടാവണം. എന്താ ഈ മാന്യത? ഒരാള് മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രവണത വൈവാഹിക ജീവിതത്തിലില്ല. അടിച്ചമർത്ത ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. ആണാകുന്നത് അടിച്ചമർത്തുന്നോടത്തല്ല, ആദരവ് പിടിച്ചു പറ്റുന്നോടത്താണ്. തന്റെ ഭാര്യ തന്നെ അറിയാതെ ആദരിച്ചു പോകുന്നു എന്നുള്ളിടത്തൊരു ഭർത്താവിനെത്താൻ കഴിഞ്ഞാൽ അവിടെയാണ് ആണത്തമുള്ളത്. അങ്ങനെ വരുന്നോടത്ത് മാന്യമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാ എന്തും പറയാനും എന്തും ചെയ്യാനും തനിക്ക് തന്റെ ഭാര്യയോട് അവകാശമുണ്ടെന്ന ഒരു മൗഢ്യമായ ധാരണ ഭർത്താക്കന്മാരുണ്ട്. എന്റെ എന്ത് കുത്തുവാക്കും, ഞാൻ എത്ര തെറി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവള് കേട്ടുകൊണ്ടിരിക്കേണ്ടവളാ, അങ്ങനെ ഒരു ധാരണയുണ്ട്. അങ്ങനെയല്ല ഈ ആയത്ത് പറഞ്ഞത്, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞത്. നീ ബഹുമാനിച്ച് പ്രവർത്തിക്കുന്ന ആളുകളോട് വർത്തിക്കുന്നത് എങ്ങനെ അതുപോലെ വേണം ഭാര്യയോട് എന്ന് പറഞ്ഞാൽ ഭാര്യ അവിടെ നിന്ന് വരുമ്പോ ഭർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെയല്ല. ഒരു മാന്യത, ഒരു കൾച്ചർ, ഒരു നല്ല സ്വഭാവ സംസ്കാരം അത് പരസ്പരം ഉണ്ടാവണം. സ്നേഹത്തോടൊപ്പം തന്നെ ഈ മാന്യതയും കൂടി ഉണ്ടായാൽ അത് വല്ലാത്തൊരു സന്തോഷം. മാത്രമല്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, فَإِن كَرِهْتُمُوهُنَّ فَعَسَىٰ أَن تَكْرَهُوا شَيْئًا وَيَجْعَلَ اللَّهُ فِيهِ خَيْرًا كَثِيرًا. ഭാര്യയിൽ എന്തെങ്കിലും വെറുപ്പുള്ള സ്വഭാവം ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ആ വെറുപ്പ് തോന്നിയ സ്വഭാവത്തെ അള്ളാഹു നന്നാക്കി നിങ്ങൾക്ക് മറ്റൊരു രീതിയിലൂടെ സന്തോഷമായി തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഭാര്യയുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വെറുപ്പുള്ളതാണെന്ന് വെച്ചു, എന്നാൽ അവളിൽ നിങ്ങൾക്ക് സന്തോഷമുള്ള മറ്റു ചില സ്വഭാവങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ടെന്നായി പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ഇപ്പോ ഈ വെറുപ്പുള്ള നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച ഈ കാര്യത്തിൽ അത് അവൾ ചെയ്ത് പരിപൂർണമായും ശരിയായില്ല എന്ന് തോന്നുന്നിടത്ത് അവളെ കൊണ്ടൊരു ശരി അള്ളാഹു ജീവിതത്തിന്റെ മറ്റൊരിടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യിക്കുന്നുണ്ടെന്നാണ് ഈ ഖുർആനിന്റെ ആയത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് തന്നെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസ് കാണാം, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും ഈ ഹദീസ് കാണാം. ലാ യഫ്രിഖു മുഅ്മിനും മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഭർത്താവും ഒരു ഭാര്യയോടും കോപിക്കാൻ വരട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ശാശ്വതമായ വാശിയും കോപവുമായി നിന്നിൽ ഉണ്ടാകും വിധം എന്തെങ്കിലും ഒരു കാര്യം അവളിൽ നിന്നും നിനക്ക് അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ, മോനെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റൊരു സ്വഭാവം കൊണ്ട് നിന്നെ സന്തോഷിപ്പിക്കാനുള്ളത് അവളിൽ വെച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവളിൽ നിന്നും നിനക്ക് കോപമുണ്ടാകാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നീ കോപിക്കാൻ വരട്ടെ. നീ ചിന്തിക്കേണ്ടത് ഈ പ്രകോപിപ്പിക്കുന്ന സ്വഭാവമല്ലാതെ നിന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു സ്വഭാവവും അള്ളാഹു ഇവളിൽ വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഒരു പെണ്ണിലും ഇത് രണ്ടും കൂടി ഇല്ലാതെ ഒരു പെണ്ണില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പെണ്ണ് പ്രയാസം. രണ്ടും ഉണ്ടേ. ഈച്ചയുടെ ചിറകിന്റെ അപ്പുറം വിഷമാണെങ്കിൽ ഇപ്പുറം അതിന്റെ ഔഷധാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണല്ലോ ഹദീസിലുള്ളത്. ഒരു പെണ്ണിൽ നിന്നും വെറുക്കപ്പെടുന്ന എന്തെങ്കിലും പെരുമാറ്റം നിനക്ക് അനുഭവം ഉണ്ടെങ്കിൽ വെറുക്കാനും പ്രകോപിക്കാനും വരട്ടെ. അവളിൽ നിനക്ക് സന്തോഷം തരുന്ന മറ്റൊന്നിനെയും അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ പറയല്ല. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഹദീസുണ്ട്, ഇമാം അഹ്മദിന്റെ മുസ്നദിലും ഈ ഹദീസ് കാണാൻ ഞാൻ സുദീർഘമാക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും ഉൾക്കൊള്ളാൻ ഭാര്യയും ഭർത്താവും തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു പെണ്ണിനെ പടച്ചതിലുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയപ്പെട്ട ഹദീസ്. അതാണുങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുടുംബ ശൈഥല്യങ്ങളിൽ പിശാചിന് ഇടപെടാൻ വഴി ഒഴിവാക്കി കൊടുക്കലായി. പിശാച് ഇടപെടില്ല, പിശാച് ഇടപെടാനുള്ള വഴി ഒഴിവാക്കലാണ്.
ഒരു ഹദീസ് കേട്ടോളൂ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഒരിക്കൽ ഒരു സ്വഹാബി പുണ്യ നബിയോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഏറ്റവും നല്ല പെണ്ണാരാ? കേട്ടോട്ടോ, നല്ല ഭാര്യയുടെ അടയാളം എന്താ? ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭാര്യയുടെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയ്യുന്നിസാഇ ഖൈർ, സ്ത്രീകളിൽ ഏറ്റവും നല്ലവരാരാ? അവിടുന്ന് പറഞ്ഞു, അല്ലത്തി തസ്റുഹു ഇദാ നദറ, ഒന്നാമത്തെ അടയാളം ഭർത്താവ് അവളെ കാണുമ്പോൾ തന്നെ ഭർത്താവിന് ഒരു സന്തോഷം കിട്ടും. അങ്ങനത്തെ രീതിയായിരിക്കും അവളുടേത്. എന്തുകൊണ്ട് ഈ സന്തോഷം കിട്ടുന്നത് എങ്ങനെ? ഒന്നാമത്തെ അടയാളം ഈ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വേഷം, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന സന്ദർഭം. ഈ നേരത്തെ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം, അദ്ദേഹം വരുമ്പോ ഈ രൂപത്തിൽ കാണണമെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അത് പറഞ്ഞു ചെയ്യാൻ നിൽക്കരുത്. പറഞ്ഞിട്ടേ ചെയ്യൂ എന്ന ചില പെണ്ണുങ്ങൾക്ക് വാശിയുണ്ട്. അങ്ങനെയല്ല, പറഞ്ഞ് ചെയ്യാതെ പറയാതെ ചെയ്യാൻ ഭർത്താവിനെ മനസ്സിലാക്കി കറക്റ്റായിട്ട്. ഭർത്താവ് വീട്ടിൽ വന്ന് ചോദിച്ചാലേ ചായ കൊടുക്കും ചില പെണ്ണുങ്ങൾ, എല്ലാവരും അല്ല കേട്ടോ. അങ്ങനെ ഒരു ഉദാഹരണം പറയണം. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ചായ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ സന്ദർഭത്തെ മനസ്സിലാക്കി പെരുമാറുമ്പോൾ സ്വാഭാവികമായും അവളെ കാണുന്ന തന്നെ ഭർത്താവിനൊരു സന്തോഷം, ഒരു ആശ്വാസം. എത്ര വലിയ നീറുന്ന പ്രശ്നങ്ങളിലും തന്റെ പ്രിയപ്പെട്ടവൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നലിൽ ഭർത്താവിന്റെ മനസ്സ് അലിയുന്നോടത്ത് ഒരു പെണ്ണിന് തന്റെ ഭർത്താവിനെ എത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ പെണ്ണാണ് ഏറ്റവും നല്ലവള്. ഒന്നാമത്തെ അടയാളത, അവൾ നോക്കുമ്പോ അവൾ സന്തോഷം പകർന്നു കൊടുക്കുന്ന അവസ്ഥയിൽ അവൾക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, അവൻ എന്ത് പറഞ്ഞാലും അത് പിന്നത്തേക്കില്ല, അപ്പൊ തന്നെ അനുസരിക്കും. അവൾക്ക് പറ്റുന്നത് അനുസരിക്കും. ഇനി അവൾക്ക് കഴിയാത്താണെങ്കിൽ അവള് അതൊരു മുഷിപ്പാവാത്ത രീതിയിൽ അവനോട് നല്ലോണം പറഞ്ഞ് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അവളെ കൊണ്ട് കഴിയാത്താണ്, അതായത് വല്ല ആരോഗ്യപരമായിട്ട് വല്ല ക്ഷീണോ വല്ല രോഗമോ വല്ല പ്രയാസമോ വേദനയോ ഒക്കെ ഉള്ള സമയത്താണ് പറയുന്നെങ്കിൽ അത് അവനെ ബോധിപ്പിക്കും നല്ല വഴിക്ക്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭർത്താവ് എന്താവശ്യപ്പെട്ടാലും ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നവൾ. ശറഈന് വിരുദ്ധമല്ലാത്തെല്ലാം ചെയ്യണമല്ലോ. മാത്രമല്ല, ഇനി ഭർത്താവ് ആവശ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ആവശ്യപ്പെടാതെയും ചെയ്യാം. രണ്ടാമത്തെ അടയാളത, ഒന്ന് നോക്കിയാൽ സന്തോഷം കൊടുക്കുന്നു, രണ്ട് പറഞ്ഞാൽ അനുസരിക്കുന്നു, മൂന്നാമത്തേത് വലാ തുഖാലിഫുഹു ഫീമാ യക്റഹു ഫീ നഫ്സിഹാ വലാ മാലിഹി, അവന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരത്തിലും അവന്റെ സമ്പത്തിലും അവൻ ഇഷ്ടമല്ലാത്തൊന്നും അവള് ചെയ്യൂല. അങ്ങനെയുള്ളവൾ, അവന്റെ സമ്പത്താണ് അവളുടെ ശരീരം, അവളുടെ ജീവിതം, അവളുടെ സ്നേഹം അവന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ഇങ്ങനെ മൂന്ന് അടയാളങ്ങൾ ഏറ്റവും സ്നേഹം ഭർത്താവിനോടുള്ള പെണ്ണിൽ കാണാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ വിവാഹ ജീവിതത്തിന്റെ ഇടപെടലുകൾ ഭാര്യ ഭർത്തൃ വ്യക്തികൾ പരസ്പരം ഒന്ന് മാനിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതത്തിലേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നിരാശപ്പെട്ടു പോകുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റാൻ പറ്റും. ഇബ്ലീസ് ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ അവന്റെ നേതാവിന്റെ സാക്ഷാൽ ശൈത്താൻ ഇബ്ലീസിന്റെ അടുക്കൽ നിന്നും പിശാചുക്കളുടെ പിതാവായ ഇബ്ലീസിന്റെ അടുക്കൽ നിന്നും വാഗ്ദാനം കൊടുത്തിട്ട് അങ്ങോട്ട് വാക്ക് പറഞ്ഞിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കലഹമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പിശാചിനെ നിരാശപ്പെടുത്തി കളയാൻ ഇടക്കിടക്ക് വൈവാഹിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും പറഞ്ഞ നന്മയൊന്ന് ഓർത്താൽ മതി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും റിസ്ക് പിടിച്ച മേഖലയിലൂടെയാണ് വൈവാഹിക ജീവിതത്തെ കൊണ്ടുപോയത്. കാരണം അത് ലോകത്തിന് മാതൃകയാക്കാൻ അവിടുന്ന് ഒരേ സമയം എത്ര വലിയ ത്യാഗത്തിൽ, അതുമല്ല ഹബീബിനേക്കാൾ പ്രായം കൂടിയവരും ആരാലും ഉപേക്ഷിക്കപ്പെട്ടവരുമായ രീതിയിൽ ഉള്ള സ്ത്രീകളെ പോലും ചില സന്ദർഭങ്ങളിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഭാര്യമാരായി ഏറ്റെടുത്തവരാണ്. അങ്ങനെ ഒരേ സമയം 9 പേരുണ്ടായത് ജീവിതത്തിന്റെ സുഖവും സന്തോഷമല്ല, ത്യാഗം തന്നെയായിരുന്നു. 15 വയസ്സൊക്കെ പ്രായം കൂടുതൽ നബിയെക്കാളുമുള്ള, ഒന്ന് ആലോചിച്ച് നോക്കണേ, ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് 25 വയസ്സിൽ, 15 വർഷം ഖദീജ ബീവി. റസൂലുള്ളാഹിക്ക് 40 വയസ്സാകുമ്പോഴാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ
അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുന്നത്. 40 വയസ്സ്. പിന്നെ അവിടുന്ന് അടുത്ത വിവാഹങ്ങളിലേക്ക് വരുന്നത് മിക്കവാറും പ്രായം കൂടിയവരെ, അല്ലെങ്കിൽ തീരെ പ്രായം കുറഞ്ഞവർ. ഐഷ റളിയല്ലാഹു അൻഹയൊക്കെ വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ കളിപ്പാട്ടങ്ങൾ പോലും കൊണ്ടുവരേണ്ടി വന്നു. ഒരു കൊച്ചുകുട്ടിയെ ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ ഹദീസുകൾ, കുടുംബജീവിതത്തിന്റെ ഹദീസുകൾ ആയിഷ ബീവി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹ ഒരു മഹദിയായ വിദ്യാർത്ഥിനിയാണ് ലോകത്തിന് സമർപ്പിച്ചത്. അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയായിരുന്നു. ഈ രീതിയിൽ വൈവാഹിക ജീവിതത്തിന്റെ സുഹൃത ബാന്ധവങ്ങളിൽ കരുത്തേകാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാഗ്ദാനങ്ങളും അവിടുത്തെ പ്രോത്സാഹനങ്ങളും അവിടുത്തെ ഇടപഴക്കങ്ങളും ഇടപെടലുകളും ഉപദേശങ്ങളും ഒക്കെ ഉണ്ട്. വിവാഹ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലെത്താൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഹൃസ്വമായ വാക്കുകൾ നിർത്തുന്നു. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനേ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ചവർ വാട്സാപ്പിലും അതുപോലെ തന്നെ നേരിട്ടും അല്ലാതെയും ഒക്കെയായി ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹുവേ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരിലും ഖൈർ നൽകുക അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങളിൽ നിലനിർത്തണേ റഹ്മാനേ. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടബാധിതയിലും ലോണുകളിലും പെട്ടുപോയവരുണ്ട്, കരകയറ്റണേ റഹ്മാനേ. അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കുക അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകുക അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ അതിന്റെ സബബ് സൃഷ്ടിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെടുക അല്ലാ. അല്ലാഹുവേ റബ്ബേ, നീ പൊറുക്കാത്ത തെറ്റിലായിരിക്കെ ഞങ്ങൾ മരിക്കല്ലേ അല്ലാ. ആഖിബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ നീ ഞങ്ങൾക്ക് നസീബാക്കുക അല്ലാ. പുണ്യമാക്കപ്പെട്ട ഉംറ കർമ്മത്തിന് വേണ്ടി പോയവർ, പോകുന്നവർ, പോകാൻ ഉദ്ദേശിച്ചവർ എല്ലാവർക്കും നീ എളുപ്പമാക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.